4 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി. പ്രോപ്പഗൻഡ സെറിമണിയില്ലാതെയാണ് ഹമാസ് ഇത്തവണ ബന്ദികളെ കൈമാറിയത്. ബന്ദികൾക്ക് പകരമായി തടഞ്ഞുവെച്ച പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു. 2023 ഒക്ടോബർ 7 ഗാസയ്ക്കടുത്തുള്ള കിബറ്റ്സ് വീടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഔഹാദി ഹലോമി, ഇറ്റ്ഷാഖ് എൽഗരദ്, ഷ്ലോമോ മൻസൂർ, സാച്ചി ഇദാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത്. ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ഇവരുടേത് തന്നെയാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഈജിപ്ഷ്യൻ മധ്യസ്ഥതയോടെ കെരം ഷാലോം ക്രോസിംഗിൽ വെച്ചാണ് മൃതദേഹങ്ങൾ കൈമാറിയത്. മൃതദേഹങ്ങൾ സ്വീകരിച്ച ശേഷം റെഡ് ക്രോസ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. മുൻ കൈമാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊപ്പഗാൻഡ സെറിമണിയില്ലാതെയാണ് ഇത്തവണ ഹമാസ് ബന്ദികളുടെ കൈമാറ്റം നടത്തിയത്. ഹമാസിന്റെ പ്രൊപ്പഗാൻഡ സെറിമണിയെ അപമാനകരമായ ചടങ്ങുകളെന്ന് ഇസ്രായേൽ അപലപിച്ചിരുന്നു. ഗാസയിലെ ജനക്കൂട്ടത്തിനു മുന്നിലെ വേദിയിൽ വെച്ച് ബന്ദികളെയും മൃതദേഹങ്ങളും കൈമാറിയത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവരുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ആയുധധാരികളും മുഖംമൂടി ധരിച്ചവരുമായ ഹമാസ് ഭീകരർ ബന്ദികളെ മോചിപ്പിക്കുന്നത് രൂപകൽപ്പന ചെയ്ത ബലപ്രയോഗത്തിലൂടെയായിരുന്നു. ചില ബന്ദികളെ മുൻ തടവുകാരോട് നന്ദി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ബന്ദികൾക്ക് പകരമായി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിന് ഒന്നിലധികം ജീവപര്യന്തം തടവനുഭവിക്കുന്ന ഡസൻ കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.